സെക്കൻഡ് ടൈമാണ് കാണാൻ വന്നത്. ഞാൻ ഓൾറെഡി ഒരു വട്ടം കണ്ടതാണ്. ടീമിന്റെ കൂടെ ഒന്നുകൂടെ കാണാതെ വിചാരിച്ച് ഞാൻ വന്നതാണ്. പലയിടത്തുനിന്ന് എനിക്കാണെങ്കിലും കണ്ടവരൊക്കെ പറഞ്ഞു നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എല്ലായിടത്തും അല്ലേ? അതെ, നല്ല റിപ്പോർട്ട്സ് ആണ്, നല്ല റിവ്യൂസ് ആണ്. ഇവൻ സെയിം ടൈം UK റിലീസ് ആയിട്ടുണ്ട്. ഇപ്പൊ ഈ ആഴ്ച GCC റിലീസ് ചെയ്യാണ്. അതുപോലെ മദ്രാസിലും കർണാടകയിലും റിലീസ് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും നല്ല റിവ്യൂസ് ആണ്. ബട്ട് ഹൗവർ കുറച്ച് അവിടെ എത്താനുണ്ട്. അപ്പം അതിനുവേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും കാണുക. കുറച്ച് ഫാമിലി ഓഡിയൻസിലേക്ക് കുറച്ചും കൂടെ എത്താനുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതാണ് ഇനിയിപ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പൊ സ്കൂളൊക്കെ തുടങ്ങിയിട്ട് ഒരു ഇതില് ചിലപ്പോ ഫാമിലീസ് ഒക്കെ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. നല്ല ഫിലിമാണ്, കണ്ട് എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ട്. അവസാനം വരെ നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് അതിന്റെ ഒരു ഉത്തരം കിട്ടുമോ? അതായത് ഇപ്പൊ പറയാൻ പറ്റുള്ളൂ അല്ലേ? നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് അതിന് റിസൾട്ട് കിട്ടുമോ എന്നിങ്ങനെ അവസാനം വരെ നമ്മളിങ്ങനെ നോക്കിയിരിക്കും, പ്രതീക്ഷിച്ചിരിക്കും. അങ്ങനെ നമ്മളെ ത്രില്ലടിപ്പിച്ച് തന്നെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. സോ ബിഗ് ബാൻ കാണാത്തവരൊക്കെ വന്ന് കാണുക. എല്ലാവരും കാണുക, കാണാത്തവരെ കാണുക. നല്ലൊരു എന്റർടൈൻമെന്റ് ആണ്. ഓക്കെ, താങ്ക് യു. പെർഫോമൻസ് കൂടെ നമ്മൾ പറയണം. അനുമോഹൻ, അതിഥി ഇവർ രണ്ടുപേരും നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ ഗസ്ട്രോളാണ്, എന്നാലും എനിക്ക് എടുത്ത് പറയാൻ തോന്നുന്ന അനുമോഹന്റെയും അതിഥിയുടെയും പെർഫോമൻസ് ഒക്കെയാണ്. വളരെ അവർ രണ്ടുപേരും നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താണ് വേണ്ടത് അതുപോലെ ഗംഭീരമായിട്ട് തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനത് രണ്ടാമത്തെ പ്രാവശ്യം വന്ന് കാണുന്നേ. ഞാൻ ഓൾറെഡി കണ്ടതായിരുന്നു. ഇപ്പൊ ടീമിന്റെ കൂടെ കാണാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രണ്ടാമത് വീണ്ടും വന്നത്. എനിക്കിഷ്ടായി. ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫിലിമാണ്. ഡയറക്ടറാണ്, വിനോദ് എന്നാണ് പേര്. അപ്പോ ഫസ്റ്റ് മൂവിയെന്ന് ആരും പറയത്തില്ല. നന്നായിട്ട് ഫിലിം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റിലീസായിട്ട് നല്ല റെസ്പോൺസുകളൊക്കെ കിട്ടുന്നുണ്ട്. അനുവിന്റെയും അതിഥിയുടെ ഒക്കെ ഗംഭീര പെർഫോമൻസ് ആണ്. എക്സലന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, പറയാനില്ല. എനിക്ക് അവസാനം വരെ നമ്മൾ ഇത് എന്താവും നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ചില സിനിമയൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കും ഇതിനിപ്പോ ഇങ്ങനെ പോവും. നമ്മൾ കുറച്ചൊന്ന് ജഡ്ജ് ചെയ്യാനൊരു സാധ്യതയുണ്ട്. നമ്മൾ അങ്ങനെ. പക്ഷെ ഇത് നമ്മൾ അവസാനം വരെ നമുക്ക് നമ്മള് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്ന മൊമെന്റിൽ എന്തെങ്കിലും ഒരു സാധനം കൂടെ കൊണ്ടിടും. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യും? അങ്ങനെ ഒരു മൊമെന്റ് അവസാനം വരെ നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. എനിക്കല്ലേ എല്ലാം ഇഷ്ടമായി. മ്യൂസിക് ആണെങ്കിലും ഇവിടെ പെർഫോമൻസ് ആണെങ്കിലും ഈവൻ എഡിറ്റിംഗ് ആണെങ്കിലും ക്യാമറ വർക്ക് ആണെങ്കിലും എല്ലാം നമുക്ക് ഈ ഒരു സിനിമയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ഇനിയിപ്പോ നമുക്ക് കുറച്ച് ഫാമിലി ഓഡിയൻസിനെ കൂടെയാണ് അല്ലെ വരേണ്ടത്. ശരിക്കും ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണേണ്ട ഒരു ഫാമിലി മൂവിയാണ്. ഓഡിയൻസിനെ സിനിമയ്ക്ക് മുന്നേ വിടില്ല, അങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൾക്കാർക്ക് എത്തട്ടെ. ലാസ്റ്റ് ഒരു 40 മിനിറ്റ്സ് ഒരാളെ ഞാൻ മൊബൈൽ എടുക്കില്ല, അത്ര പായ്ക്കാണ്. അതാണ് ഞാൻ എഴുതുമ്പോൾ തന്നെ അങ്ങനെ ചെയ്യുന്നത്. ഒറ്റയിടം മൊബൈൽ എടുക്കരുത്. ബാക്കിയുള്ള കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാം. ശരിക്കും നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയും അവിടുത്തെ നാട്ടിലെ നിയമവ്യവസ്ഥയും എങ്ങനെ നോക്കിയാണ് ഈ നാട്ടിലെ നിയമവ്യവസ്ഥ നമുക്ക് കുറച്ചൊക്കെ ബാക്ക് ഡോർ കുറെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അവിടുത്തെ ഒരു നിയമവ്യവസ്ഥ എന്ന് പറഞ്ഞാല് അവിടുത്തെ ഒരു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞാൽ ഒന്നും നടക്കില്ല. അത്ര സ്ട്രോങ് ആണ് അവിടെ നിയമവ്യവസ്ഥ എന്ന് പറഞ്ഞാല്. ഇവിടെ നമുക്ക് കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്യാം, കുറച്ചൊക്കെ, മുഴുവൻ എന്നല്ല കുറച്ചൊക്കെ. ബട്ട് അവിടെ ഒരു പരിപാടി നടക്കില്ല. UK-ല് ആ പരിപാടി നടക്കില്ല. ഒരു എന്താ പറയാ, അവിടുത്തെ എംപിമാരായെങ്കിലും ഒരു ഡ്രൈവിംഗില് ഒരു പിഴ വന്ന ഒരു ക്യാമറ അടിച്ചാല് അവർ രാജിവെക്കുന്ന അവസ്ഥയാണ്. ഇമോഷനൊന്നും ഒരു വിലയില്ലാന്നാണ്. അപ്പൊ ഒരു മാതാവും ഒരു കുട്ടിയും തമ്മിലുള്ള ഇമോഷന് ഒരു മാതാവും എന്റെ കുട്ടിയെ തമ്മിലുള്ള അവകാശം, അതിനൊരു ഇമോഷനൊരു. പക്ഷെ അവർ നോക്കുന്ന നിയമപരമായിട്ട് നോക്കുന്ന കുട്ടിയുടെ സുരക്ഷയാണ്. ബാക്കിയുള്ള കഥയായി പോകും. താങ്ക് യു.